ഗൈസ്, നമ്മുടെ സദ്യ സ്പെഷ്യൽ സീരീസിലെ മറ്റൊരു റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അധികം പരിചയമില്ലാത്ത ഒരു ഏത്തപ്പഴം കാളൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോണേ. ഇതിന് മുന്നേ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കണം. ആ ഒരു സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലോട്ട് 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/4 സ്പൂൺ ജീരകവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും പിന്നീട് ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം ഇത് അരച്ചെടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ ഏത്തപ്പഴം എന്തായാലും നമുക്കൊന്ന് നോക്കാം. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ഒന്നോടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം ഒന്നും കൂടെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഏകദേശം വെള്ളമൊക്കെ വറ്റി പാകത്തിനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ ഏത്തപ്പഴത്തിനകത്ത് ഈ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴാണ് കേട്ടോ നമ്മുടെ കാളൻ്റെ ആ ഒരു അസൽ ടേസ്റ്റ് വരുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അടുപ്പത്തുനിന്ന് ഇത് വാങ്ങാവുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ കാളൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവസാനമായിട്ട് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിക്കണം. അതിനൊപ്പം തന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് പൊട്ടിച്ചോളുക. പിന്നീട് നമ്മൾ കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാളനിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറവൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വേണം കേട്ടോ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുവരെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴക്കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് ഏത്തപ്പഴക്കാളൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സദ്യ അടിച്ച് പൊളിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെയാണ് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിലുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഓണം സീരീസിലെ കറികളൊക്കെ ഞങ്ങൾ ഓരോ ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ അടുത്ത ദിവസം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണ കറി എന്താണെന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് നോക്കാം നിങ്ങളുടെ കമൻറ്റും ഞങ്ങളുടെ കറിയും ഒക്കെ ഒരേപോലെ ആവുമോ എന്ന്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഓണം സ്പെഷ്യലിൻ്റെ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ.